ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ നടക്കുന്ന ഈ ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന പാഠാവലിയുടെ ആൻസർ കീ നിങ്ങൾക്ക് ഈ ചാനൽ കാണാം. ഓണം എക്സാം 2024 ആൻസർ കീ എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം ചോദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ പാരലൽ ലൈൻസ് ആണ്. അതിലുള്ള കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തതാണ്. ചാപ്റ്റർ ഫുൾ പേജ് വൈസ് അനാലിസിസ് നമ്മൾ നടത്തിയതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി. അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പുതുതായിട്ട് പഠിച്ചത് ആൾട്ടർനേറ്റീവ് ആംഗിൾ. ആൾട്ടർനേറ്റീവ് ആംഗിൾ ഈക്വലാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രിയാണ്. കോ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി. അങ്ങനെ ഒരു ബേസിക് കൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ നോക്കാം. മാത്സ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷും സയൻസും അടിസ്ഥാന പാഠാവലിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാത്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്യാൻ. കാരണം ഡയഗ്രാംസ് ആണ്. അപ്പോൾ അത് വരയ്ക്കണം. പിന്നെ ഞാൻ എത്രത്തോളം പറയുന്നത് ഈ ഒരു ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് മാത്സൊക്കെ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഓക്കെ, എന്നാലും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1. ഇൻ ദ ഫിഗർ പാരലോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 സ്മോൾ ട്രയാങ്കിൾസ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പാരലോഗ്രാം ആണ്. അപ്പോൾ ഇതിന് 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്നിത്, ഒന്നിത്. ഓക്കെ, ഇത്രയും ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 4 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ ട്രയാങ്കിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അതും നമുക്കറിയാം. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ, 3 ആംഗിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. 3 ആംഗിൾസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള നമ്മൾ എത്ര ആംഗിൾസ് കാണണം? ബാക്കിയുള്ള 9 ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. ഇവിടെ 110 ആണെച്ചാൽ ഇത് ഓപ്പോസിറ്റും എന്തായിരിക്കും? 110 ആയിരിക്കും. അത് നമുക്ക് ആദ്യം അടയാളപ്പെടുത്താം. ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ 110 ആണെച്ചാൽ ഇവിടെയും 110, 110. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഇവിടെ 110 വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് 20. ഈ ഒരു ആംഗിൾ 20 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് കണ്ടുപിടിച്ചുകൂടെ? അതായത് 110ഉം 20ഉം. 110ഉം 20 എന്ന് പറഞ്ഞാൽ 130, 130 ആണ്. അപ്പോൾ മൊത്തത്തിൽ അതായത് ഈ ആംഗിളും ഈ ആംഗിളിൻ്റെയും സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 130 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയല്ലോ, ഈ ആംഗിൾ കിട്ടി. മനസ്സിലായല്ലോ? ഇവിടെ 50 ഡിഗ്രി. എന്തുകൊണ്ടാണ് 50 ഡിഗ്രി വന്നത്? ഇത് 110 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് 110 ആയിരിക്കും. 110ഉം 20ഉം 130. 130നെ നമ്മൾ 180 നിന്ന്, അതായത് 180 മൈനസ് 130 ദാറ്റ് ഈസ് 50. അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ ഇവിടെ 50 എന്ന് പറഞ്ഞാൽ ഇവിടെ 50 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ഒരു 50 ഡിഗ്രിയും ഈ ഒരു ലൈൻ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇത് 50 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? ഈ ലൈനില്ലേ, ഇതും 50 ഡിഗ്രി ആയിരിക്കും. അതായത് ഇതിൻ്റെ ഈ പാരലൽ ലൈൻസിൻ്റെ ഇപ്പുറമുള്ളത് ഇത് 50 ഡിഗ്രി ആയിരിക്കും. അതും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇത് 50 ഡിഗ്രി ആണെച്ചാൽ ഇതും 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 35 ഡിഗ്രി നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? 35 ഡിഗ്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പാരലൽ ലൈൻസിൽ ഏതാ വരിക? 35 ഡിഗ്രി ഇതാണ് വരിക അല്ലേ? ഇത് 35 ഡിഗ്രി ആണെച്ചാൽ ഇതും എന്തായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആണെച്ചാൽ
ഓപ്പോസിറ്റ് 50 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ 35 ഡിഗ്രി ആണെച്ചാൽ ഇവിടെ 35 ആയിരിക്കും. അതേപോലെ ഇവിടെ 20 ആണെച്ചാൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെയും 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് 20, അപ്പോൾ ഇവിടെ എന്തായിരിക്കും 20. ഈ ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഈ ആംഗിൾസിൻ്റെ പേരൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഈ ആംഗിൾസിൻ്റെ പറയുന്ന പേരൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, പറയാമെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 20 ആണെച്ചാൽ ഇവിടെ എന്തായിരിക്കും 20 ആയിരിക്കും. ഇനി ഇവിടെ 35 ഡിഗ്രി ആണെച്ചാൽ ഈ ലൈനിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും 35 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 50 ഡിഗ്രി കിട്ടി, അത് നമ്മൾ കണ്ടുപിടിച്ചു. ആ 50 ഡിഗ്രി ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും. ഇനി എളുപ്പമല്ലേ, ഇനി നമുക്ക് എല്ലാ ആംഗിൾസും എന്തായിരിക്കും 180 നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആംഗിൾ എടുക്കുക. ഇവിടെ 110 ഉണ്ട്, ഇവിടെ എന്തുണ്ട് 50 ഉണ്ട് അല്ലേ. 110 50 ഉണ്ട്. ഓക്കെ, 110 പ്ലസ് 50, 110 50 ഉണ്ട്. അപ്പോൾ എത്രയാണ് 160 ഉണ്ട്. 160ന്ന് 160നെ 180 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് 20 ആണ്. അപ്പോൾ ഇവിടെ 20 കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 20 കിട്ടി. ഇനി നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു, നേരത്തെ കണ്ടുപിടിച്ചാണ്. ഇനി ഇത് നോക്കാം. ഇവിടെ നോക്കും, ഇവിടെ നമുക്ക് ഒരൊറ്റ ആംഗിളേ ഉള്ളൂ, 35 ഡിഗ്രി എന്നുള്ള ഒരു ആംഗിളേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ വഴിയുണ്ട്. അതായത് നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ഇതിങ്ങനെ കിടക്കുകയാണ് പാരലൽ ലൈൻസ്. ഇതിനെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണ്, നമ്മൾ ലീനിയർ പെയർ എന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ലീനിയർ പെയർ. അപ്പോൾ ഇത് ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും, ഈ രണ്ട് ആംഗിൾസും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 110 ആണെച്ചാൽ ഇതെന്തായിരിക്കും 70 ഡിഗ്രി അല്ലേ. ഇത് 110 ആണെച്ചാൽ ഇത് 70 ഡിഗ്രി. അപ്പോൾ അത് ലീനിയർ പെയറിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി 70 ഡിഗ്രി. ഇനി ഇത് 70 ഡിഗ്രി ആണെച്ചാൽ ഇതെന്തായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇതും 70 ഡിഗ്രി. അപ്പോൾ നമുക്കെല്ലാം കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ 70 ഡിഗ്രി കിട്ടി. ഇവിടെ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്, ഇവിടെ നമുക്ക് 35 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇനി ഇത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 90ഉം 35ഉം ആഡ് ചെയ്ത് നമ്മൾ കുറച്ചാൽ മതി. അപ്പോൾ നമുക്കെല്ലാം കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഏകദേശം ഇതാണ് ആൻസർ. 110 70. അപ്പോൾ ഇത് കൺസെപ്റ്റ് എന്താണ്, ലീനിയർ പെയർ. ഓക്കെ, പിന്നെ ഇവിടെ 20 ആണെച്ചാൽ നേരെ ഓപ്പോസിറ്റ് 20 ആയിരിക്കും. ഇവിടെ 35 ആണെച്ചാൽ നേരെ 35 ആയിരിക്കും. ഇവിടെ 75 ആണെച്ചാൽ നേരെ 75 ആയിരിക്കും. ഇവിടെ 50 ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നോട്ടെടുത്ത് നിങ്ങളിത് വരച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ കേൾക്കരുത്. നിങ്ങൾ നോട്ടെടുത്ത് അതിലിത് വരച്ച് ഓരോന്നും ചെയ്ത് നോക്കുക. ഒന്ന് മനസ്സിലായില്ലേ രണ്ടാമത് പ്രാവശ്യം വീഡിയോ കണ്ട് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കൺസെപ്റ്റ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ 140 ഡിഗ്രി ആണെച്ചാൽ ദിസ് ഈസ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇതും 140 ആയിരിക്കും. ഇവിടെ 40 ആണെച്ചാൽ ഇതും 40 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇവിടെ 140 ആണെച്ചാൽ നേരെ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടല്ലോ, ഇവിടെ 20 ആണെച്ചാൽ ഈ 20 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഇവിടെ 140 ആണെച്ചാൽ ഇവിടെ 140, ഇവിടെ 40 ആണെച്ചാൽ നേരെ ഇപ്പുറത്തേക്ക് 40. ഇതൊക്കെ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതും നോക്കൂ, 150 അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ഇവിടെ 150 ആണെച്ചാൽ ഇവിടെ 150, ഇവിടെ 30 ആണെച്ചാൽ ഇവിടെ 30, അതേപോലെ ഇവിടെ 30 ആണെച്ചാൽ ഇവിടെ 30, ഇവിടെ 30 ആണെച്ചാൽ 150. പിന്നെ അതേസമയം വേറൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും, അതായത് ലീനിയർ പെയർ, ഈ രണ്ട് ഇതും എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. അത് നോക്കൂ, 140 40 180 ഡിഗ്രി. ഇവിടെ എന്തായിരിക്കും, ഇത് ലീനിയർ പെയർ ആണ്, ഇത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റേ ഉള്ളൂ നിങ്ങൾക്ക് എന്തായാലും ചോദ്യത്തിന് വരിക. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലിരുത്തി ചെയ്യണം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോയിങ് ഫിഗർ ആക്ടിവിറ്റി 2 പാരലൽ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റഡ് ബൈ എ ലൈൻ, ഫൈൻഡ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണല്ലോ, നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു അല്ലേ. ഇവിടെ 40 ഡിഗ്രിയാണ്. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ 140 ഡിഗ്രി ആയിരിക്കും. ഇതെന്താണ്, ഇത് ലീനിയർ പെയർ ആണ്, 180 ഡിഗ്രിയാണ് ആവേണ്ടത് അല്ലേ. ഓക്കെ, ഇവിടെ 140 ആണ്. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 140 എന്ന് എഴുതാം അല്ലേ. ഇവിടെ 40 ആണ്, അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളാണ്, അപ്പോൾ നമുക്ക് 40 ഡിഗ്രി എഴുതാം. ഓക്കെ, അപ്പോൾ അത് ശരിയായി. ഇനി നമുക്ക് എന്തെഴുതാം,
ഇനി നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 40 ഡിഗ്രി ആണെന്ന് ഇതെന്തായിരിക്കും, ഇത് 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 40 ഡിഗ്രി ആണെന്ന് ഇത് 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 40 ഡിഗ്രി ആണെന്ന് ഇതെന്തായിരിക്കും 140 ആയിരിക്കും, കാരണം ലീനിയർ പെയറാണ്. ഇനി 140 ഡിഗ്രി ഇവിടെ ആൻസർ ഇതെന്തായിരിക്കും, ഇതും 140 ഡിഗ്രി ആയിരിക്കും, കാരണം ഇതെന്താണ്, ഇത് ഓപ്പോസിറ്റ് ആംഗിളാണ്, അത് ഈക്വലാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇത് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വലാണ്. അപ്പോൾ നമുക്കെല്ലാം കിട്ടിയല്ലോ. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കുമോ, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുമോ? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ അടുത്ത പേജ് കാണിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ 45 ഡിഗ്രി ആണെന്ന് ഇവിടെ എന്തായിരിക്കും, ഓപ്പോസിറ്റ് 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 45 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇത് ലീനിയർ പെയറാണ്. അപ്പോൾ 180 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്താൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ.